ഇതൊരു കൊലക്കേസിലെ പ്രതിയെ കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ ഞാൻ ചുമ്മാ പറഞ്ഞത് കേട്ടോ. ഇത് ആക്ച്വലി ഒരു ബ്രൈഡാണ്. ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ഒരു ബ്രൈഡിനെ വെൽക്കം ചെയ്ത് കൊണ്ടുവരുന്നത്. കംപ്ലീറ്റ്ലി ഒരു വെറൈറ്റി കല്യാണം നമുക്ക് കണ്ടാലോ. സോ ഹലോ ഓൾ, ഇന്ന് നമ്മളുള്ളത് തമിഴ്നാട് മയിലാടുതുറയിലാണ്. കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ ഒരു ഫ്ലെക്സാണ്. ഈ ഫ്ലെക്സിൽ ഗ്രൂമില്ല, പക്ഷേ ഗ്രൂമിൻ്റെ കരാട്ടെ മാസ്റ്റർ ഉണ്ട് ആൻഡ് സം അതർ ഗൈസ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ തന്നെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അവർ പഠിച്ചത് എഴുതി വെച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ഫുഡ് കഴിക്കുന്ന ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യം കാണിച്ചത് സ്ത്രീകളുടെ ഏരിയ, ഈ കാണുന്നത് പുരുഷന്മാർക്കുള്ളത്. ഗ്രൂമിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സാണ് ഇവിടെ കല്യാണത്തിന് വരുന്നവരെ വെൽക്കം ചെയ്യുന്നത്. ആൻഡ് വരുന്നവരുടെ കയ്യിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഓരോ ജ്യൂസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 10 രൂപയുടെ ഒരു ജ്യൂസ് കിട്ടത്തില്ലേ, സെയിം ആ ടൈപ്പ് ജ്യൂസാണ് ഇവിടെ എല്ലാവരുടെയും കയ്യിൽ കൊടുക്കുന്നത്. ആൻഡ് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ചിലവും ഓഡിറ്റോറിയവും അതിൻ്റെ ഫുഡും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഗ്രൂമിൻ്റെ വീട്ടുകാരാണ്. ഇതാണ് നമ്മുടെ സ്പൾബർ ക്യാമറാമാൻ. ഇവിടങ്ങളിലൊക്കെ ഇപ്പോഴും ഈ ഒരു ഓൾഡ് ടൈപ്പ് വീഡിയോ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അവിടുന്ന് നമ്മൾ നേരെ വന്ന് ചാടിയത് ഗ്രൂമിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗ്രൂം. ഇവിടെയൊക്കെ ഗ്രൂമിൻ്റെ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇടുന്നുണ്ട്. ഇത് തലേ ദിവസം, അതായത് റിസപ്ഷൻ ചടങ്ങ് പോലെ തന്നെ ഇവിടെ മരുദാനി എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ആ ഒരു ചടങ്ങിലിടുന്നതാണ് ഈ ഒരു മൈലാഞ്ചി. ഇതൊക്കെ പകർത്തി കഴിഞ്ഞപ്പോഴേക്കും നിക്കാഹിനുള്ള സമയമായി. ഈ ഒരു രീതിയിലാണ് ഇവിടങ്ങളിലേക്ക് നിക്കാഹ് നടത്തുന്നത്. ഗ്രൂം മാത്രം ഈ ഒരു ചെയറിലിരിക്കും. ബാക്കിയുള്ളവരെല്ലാം ഉസ്താദുമാരും തൊപ്പി വെച്ചവരും തൊപ്പി വയ്ക്കാത്തവരുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാവരും തറയിലാണ് ഇരിക്കുന്നത്. ആൻഡ് 2 തട്ടത്തിലായിട്ടാണ് അവർ വയ്ക്കുന്നത്. ഒന്ന് ഗ്രൂമിന് വേണ്ടിയിട്ടുള്ള ഹാരവും ബൊക്കയും, മറ്റൊന്നിൽ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഹാരവും ബൊക്കയും. ഇതും ഇവരുടെ തനതായ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. നിക്കാഹ് കഴിയേണ്ട താമസം ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ ഓടി. ഇവിടെയൊക്കെ വാഴ ഇലയിലാണ് കേട്ടോ ബിരിയാണി വിളമ്പുന്നത്. ഇവരുടെ ഫ്രൈ അത് പറയേണ്ടത് തന്നെ, നമ്മുടെ നാട്ടിലെ അൽഫാം പോലും തോറ്റുപോകും. നമുക്ക് കഴിക്കാനുള്ള എല്ലാ ഐറ്റംസും എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണി. സാലഡ് ഉണ്ട്, പിന്നെ അത് മിക്സഡ് വെജിറ്റബിൾ അച്ചാറുണ്ട്, പിന്നെ അത് ബ്രെഡ് ഹൽവയുണ്ട്. ഇതൊരു മാരക ഐറ്റം കേട്ടോ. പിന്നെ നമ്മുടെ മുതുക്ക് ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ മെയിൻ ഐറ്റം തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ ബിരിയാണി. എന്തൊരു സോഫ്റ്റാണെന്നറിയോ ഇവരുടെ ഈ ഒരു സ്റ്റൈല്, പറയാതിരിക്കാൻ വയ്യ. നല്ല മട്ടൻ ബിരിയാണിക്ക് കഴിച്ച് ക്ഷീണത്തിലിരിക്കുമ്പോഴത് ഇവൻ്റെ വരവ്. ഇവനെ മാത്രമല്ല, ഇത് കൂടാതെ ഒരു കിഴിയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതാദ്യം ഒന്ന് പൊളിച്ചു നോക്കാം. അങ്ങനെ കവർ പൊളിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഒരുപാട് കളേഴ്സിലുള്ള മുട്ടായി ഉണ്ട്. അങ്ങനെ കിട്ടിയ പാടെ ഞാൻ നേരെ വായിലേക്ക് തട്ടി. പിന്നീടുള്ള എൻ്റെ അവസ്ഥ നിങ്ങൾ തന്നെ കണ്ടോ. വിവിധ വർണ്ണങ്ങളിലായിട്ട് അവരെനിക്ക് പൊതിഞ്ഞു തന്നത് പാക്കായിരുന്നു. അവിടെയുള്ളവരെല്ലാവരും ആസ്വദിച്ച് കഴിച്ചപ്പോൾ എന്നെക്കൊണ്ട് മാത്രം അത് പറ്റിയില്ല. ആദ്യത്തെ ഐറ്റം ഫെയിലായതോടുകൂടി എൻ്റെ നോട്ടം നേരെ രണ്ടാമത്തെ കിഴിയിലേക്കായിരുന്നു. ഇതൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്നത്. കുറച്ച് ബദാമുണ്ട്, ഈന്തപ്പഴമുണ്ട്, മുട്ടായി ഉണ്ട്. അങ്ങനെ വേറിട്ടൊരു കല്യാണ അനുഭവം സമ്മാനിച്ചതിന് അവിടെയുള്ളവരോട് നന്ദിയും പ്രകടിപ്പിച്ച് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു. അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.